ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയം ദശകം 75 കംസവധം എന്ന കഥയിൽ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ഒന്നാമത്തെ ശ്ലോകം. പ്രാതഃസന്ദ്രസ്തഭോജക്ഷിതിപതിവചസാ പ്രസ്തുതേ മല്ലതൂര്യേ സംഘേ രാജ്ഞാഞ്ച മഞ്ജാനഭിയയുഷി ഗതേ നന്ദഗോപേപി ഹർമ്മ്യം കംസേ സൗധാധിരൂഢേ ത്വമപി സഹ ബലഃ സാനുഗശ്ചാരുവേഷോ രംഗദ്വാരം ഗതോ ഭൂ കുപിതകുവലയാ പീഡനാഗാവലീഡം. അർത്ഥം: പ്രാതഃ പിറ്റേന്നാൾ രാവിലെ സന്ത്രസ്ത ഭോജക്ഷിതിപതി വചസ വല്ലാതെ പേടി പൂണ്ട കംസന്റെ കൽപ്പനയനുസരിച്ച് മല്ലദൂര്യേ മല്ലയുദ്ധത്തിനുള്ള പ്രസ്തുതേ പെരുമ്പറ മുഴങ്ങിത്തുടങ്ങി. രാജ്ഞാസംഖ്യേച്ച് മല്ലയുദ്ധം കാണാൻ വരുന്ന രാജാക്കന്മാരുടെ സംഘം മഞ്ചാൻ അഭിയയുഷി മേടകളിൽ കയറിയിരുന്നു. നന്ദഗോപി അഭി ഹർമ്മ്യം ഗതേ നന്ദഗോപനും മാളികയിലെത്തി. കംസേ കംസൻ സൗധാധിരൂഢേ അരമനയുടെ മുകളിലെ നിലയിൽ കയറിയിരിപ്പായി. ത്വമപി ആ സമയത്ത് നിന്തിരുവടിയാകട്ടെ സഹബലഃ സാനുഗഃ ബലഭദ്രനോടുകൂടി കൂട്ടുകാരെയും കൂട്ടി ചാരുവേഷഃ കുപിത കുവലയാ പീഡനാഗാവലീഡം രംഗദ്വാരം ഗതഃ ഭൂഹു മനോഹരമായി അണിഞ്ഞൊരുങ്ങി കോപിച്ച കുവലയാപീഠം എന്ന കൊമ്പനാന വഴിയടച്ചു നിൽക്കുന്ന മല്ലരംഗത്തിൻ്റെ പടിവാതിൽക്കൽ ചെന്നുചേർന്നു. രണ്ടാമത്തെ ശ്ലോകം. പാപിഷ്ടാപേഹി മാർഗാത് ദ്രുതമിതി വചസാ നിഷ്ഠുരക്രുദ്ധബുദ്ധിർ അംബഷ്ടസ്യ പ്രണോദാദധികജവചുഷാ ഹസ്തിനാ ഗൃഹ്യമാണ കേളീമുക്തോഥ ഗോപീകുചകലശചിരസ്പർദ്ധിനം കുംഭമസ്യ വ്യാഹത്യാലീയഥാസ്ത്വം ചരണഭുവി പുനർനിർഗതോ വൽഗുഹാസി. അർത്ഥം: പാപിഷ്ട മഹാപാപി മാർഗാത് ദ്രുതം അപേഹി ഇതി വചസ വഴിയിൽ നിന്നും വേഗം മാറിപ്പോ എന്നുള്ള നിന്തിരുവടിയുടെ വാക്കിനാൽ നിഷ്ഠുരക്രുദ്ധബുദ്ധേഹേ അംബഷ്ടസ്യ പ്രണോദാത് അത്യധികം കോപിച്ച ആനക്കാരൻ്റെ പ്രേരണ നിമിത്തം അധിക ജവചുഷാ ഹസ്തിനാ ഗൃഹ്യമാണഃ ത്വം ഏറ്റവും വേഗത്തോടുകൂടിയ ആനയാൽ തുമ്പിക്കൈ നീട്ടി പിടിക്കപ്പെട്ട നിന്തിരുവടി കേളീമുക്തഃ അഥ എളുപ്പത്തിൽ പിടിയിൽ നിന്നും വേർപെട്ട് ഉടനെ ഗോപീകുചകലശ ചിരസ്പർദ്ധിനം ഗോപസ്ത്രീകളുടെ കൊങ്കക്കുടങ്ങളോട് വളരെ കാലമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആ അസ്യ കുംഭം കുവലയാപീഠത്തിൻ്റെ മസ്തകത്തിൽ വ്യാഹത്യ ചരണഭുവി അലീയഥാഹ ആഞ്ഞടിച്ച് കാലുകൾക്കിടയിൽ ഒളിച്ചു. മൂന്നാമത്തെ ശ്ലോകം. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ഝടിതി മുനിജനസ്യേവ ധാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൂമൗ പുനരഭിപതതസ്തസ്യ ദന്തം സജീവം മൂലാദുന്മൂല്യ തന്മൂലകമഹിതമഹാമൗക്തികാന്യാത്മമിത്രേ പ്രാതാസ്ത്വം ഹാരമേഭിർലളിതവിരചിതം രാധികായൈ ദിശേതി. അർത്ഥം: ത്വം അവിടുന്ന് മുനിജനസ്യ ഇവ ഹസ്തപ്രാപ്യഃ അപി മഹർഷിമാർക്ക് എന്ന പോലെ അടുത്ത് കൈക്കൊണ്ട് തന്നെ തൊടുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും അഗമ്യഃ ധാവൻ ക്രീഡൻ പിടികൊടുക്കാതെ ചുറ്റും ഓടിക്കളിച്ച് ഗജേന്ദ്രം ആ കൊമ്പനാനയെ ഝടിതി പെട്ടെന്ന്
ഭൂമൗ ആപാത്യ നിലത്ത് വീഴ്ത്തിയിട്ട് പുനഃ വീണ്ടും അഭിപതതഃ തസ്യ ദന്തം കോപിച്ചു നേരെ പാഞ്ഞു വരുന്ന ആ കൊമ്പനാനയുടെ കൊമ്പ് സജീവം മൂലാത് ഉന്മൂല്യ ജീവനോടുകൂടി വേരോടെ പറിച്ചെടുത്തിട്ട് തന്മൂലകമഹിത മഹാമൗക്തികാനി അതിൻ്റെ കടയ്ക്കലുള്ള വില പിടിച്ച വലിയ മുത്തുകളെ ഏഭിഹി ഇവ കൊണ്ട് ലളിതവിരചിതം ഭംഗിയുള്ള ഒരു മുത്തുമാലയുണ്ടാക്കി ഹാരം രാധികായൈ ദിശ ഇതി രാധയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ആത്മമിത്രേ പ്രാതാഹ തൻ്റെ സുഹൃത്തായ ശ്രീതാമാവിൻ്റെ കയ്യിൽ കൊടുത്തു. 4-ാമത്തെ ശ്ലോകം. ഗൃഹാനം ദന്തമംസേ യുതമഥ ഹലിനാരംഗമംഗവിശന്തം ത്വാം മംഗല്യാംഗഭംഗീരഭസഹൃതമനോലോചനാ വീക്ഷ്യ ലോകാ ഹംഹോ ധന്യോ ഹി നന്ദോ നഹി നഹി പശുപാലാംഗനാ നോ യശോദ നോ നോ ധന്യേക്ഷണാസ്മ ത്രിജഗതി വയമേവേതി സർവേ ശംസു. അർത്ഥം: അംഗ അല്ലയോ ഭഗവാനെ, അഥ ദന്തം അംസേ ഗൃഹാനം കുലയാപീഠത്തെ വധിച്ചതിനു ശേഷം ആനക്കൊമ്പ് തോളിൽ വെച്ച് ഹലിനായുധം രംഗം ആവിശന്തം ത്വാം വീക്ഷ്യ ബലഭദ്രനോടുകൂടി മല്ലരംഗത്തേക്ക് കടന്നു വരുന്ന നിന്തിരുവടിയെ കണ്ടിട്ട് മംഗല്യാംഗ ഭംഗീരഭ സഹൃത മനോലോചനാഹ ശോഭനമായ ശരീരലാവണ്യത്താൽ കണ്ണും കരളും ബലമായി അപഹരിക്കപ്പെടുക നിമിത്തം ഹംഹോ നന്ദഃ ഹി ധന്യഃ അംബോ നന്ദഗോപൻ തന്നെ ഭാഗ്യവാൻ. നഹി നഹി പശുപാലങ്കനാഹ നോ യശോദ അല്ല ഗോപസ്ത്രീകളാണ് ഭാഗ്യവാൻ, അല്ല യശോദയാണ്. നോ നോ വയം ഏവ ത്രിജഗതി അല്ല നമ്മൾ തന്നെയാണ് 3 ലോകങ്ങളിലും വെച്ചിട്ട്. ധന്യേക്ഷണാഹ സ്മ പുണ്യം ചെയ്ത കണ്ണുള്ളവർ. ഇതി സർവേ ലോകാഹ ശംസുഹു എന്നിങ്ങനെ എല്ലാ ജനങ്ങളും വാഴ്ത്തി പറഞ്ഞു. 5-ാമത്തെ ശ്ലോകം. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് നിരവധി പരമാനന്ദ സാന്ദ്രപ്രകാശം ഗോപേഷു ത്വം വ്യലാസീർന ഖലു ബഹുജനൈസ്താവതാ വേദിതോ ഭൂ ദൃഷ്ട്വാ ത്വാം തതേതം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഘാ പൂർണ്ണാനന്ദാ വിപാപാ സരസമഭിജഗുസ്ത്വത്കൃതാനി സ്മൃതാനി. അർത്ഥം: പൂർണ്ണം നിരവധി എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നതും ഒരിക്കലും നാശമില്ലാത്തതും പരമാനന്ദ സാന്ദ്രപ്രകാശം പരമാനന്ദ സ്വരൂപവും ശുദ്ധ വിജ്ഞാന സ്വരൂപവുമായ ബ്രഹ്മയേവത്വം ബ്രഹ്മം തന്നെയാകുന്ന നിന്തിരുവടി ഗോപേഷു സാക്ഷാത് വിലാസി ഗോപന്മാരുടെ ഇടയിൽ പ്രത്യക്ഷമായി ശോഭിച്ചു. ബഹുജനൈഹി താവത് പൊതുജനങ്ങൾ അക്കാലം വരെ മധുരയിൽ ചെല്ലുന്നതുവരെ ന ഖലു ത്വം ആവേദിതഃ ഭൂഹു നിന്തിരുവടിയെ തീരെ മനസ്സിലാക്കിയില്ല. അഥ തഥാ പുണ്യകാലേ ഉപഗതേ പിന്നെ അപ്പോൾ പുണ്യകാലം വന്നപ്പോൾ ഇതം പ്രഥമം ത്വാം ദൃഷ്ട്വാ ജനൗഘാഹ നടാടെ നിന്തിരുവടിയെ കണ്ടിട്ട് ജനങ്ങൾ വിപാപാഹ പൂർണ്ണ ആനന്ദാഹ പാപം തീർന്ന ആനന്ദപൂർണന്മാരായിട്ട് സ്മൃതാനി ത്വത്കൃതാനി സരസം അഭിജഗുഹു ഓർമ്മ വന്ന നിന്തിരുവടിയുടെ ബാലചരിതങ്ങൾ സരസമായി പുകഴ്ത്തിപ്പറഞ്ഞു. ഈ 75-ാം ദശകത്തിൽ കംസവധത്തെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. മല്ലയുദ്ധത്തിൻ്റെ പരിണാമം എന്താകുമോ എന്നുള്ളതാണ് കംസൻ്റെ ഭയം. കഴിഞ്ഞ ദിവസം, അതായത് തലേന്നാൾ കൃഷ്ണൻ വില്ലൊടിച്ചതും രാത്രി ദുസ്വപ്നം കണ്ടതും ദുർനിമിത്തങ്ങൾ കണ്ടതും കംസൻ്റെ ഭയത്തിന് ശക്തി വർദ്ധിപ്പിച്ചു. ഭാഗവതം ദശമസ്കന്ധത്തിൽ 42-ാം അധ്യായത്തിൻ്റെ അവസാനം
വ്യുഷ്ടായാം നിശി എന്ന ശ്ലോകം മുതൽ 43 അധ്യായത്തിൻ്റെ ആരംഭത്തിലുള്ള 2 ശ്ലോകമടക്കം 9 ശ്ലോകം ഈ പദ്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. 43-44 അധ്യായങ്ങൾ ഈ ദശകത്തിൽ സംഗ്രഹിക്കുന്നു. പിറ്റേന്നാൾ രാവിലെ വല്ലാതെ പേടിപൂണ്ട കംസന്റെ കൽപ്പനയനുസരിച്ച് മല്ലയുദ്ധത്തിൻ്റെ പെരുമ്പറ മുഴങ്ങി. മല്ലയുദ്ധം കാണാൻ രാജാക്കന്മാരുടെ സംഘം മേടകളിൽ കയറിയിരുന്നു. നന്ദഗോപനും കംസന്റെ മാളികയിലെത്തി. കംസൻ അരമനയുടെ മുകളിലെ, അതായത് രാജകൊട്ടാരത്തിൻ്റെ മുകളിലെ നിലയിൽ കയറിയിരിപ്പായി. ആ സമയത്ത് ഭഗവാനാകട്ടെ ബലഭദ്രനോടുകൂടി കൂട്ടുകാരെയും കൂട്ടി മനോഹരമായി അണിഞ്ഞൊരുങ്ങി കോപിച്ച കുവലയാപീഠം എന്ന ആ കൊമ്പനാന വഴിയടച്ചു നിൽക്കുന്ന മല്ലരംഗത്തിൻ്റെ പടിവാതിൽക്കൽ ചെന്നു ചേർന്നു. മഹാപാപി വഴിയിൽ നിന്നും വേഗം മാറിപ്പോ എന്നുള്ള ഭഗവാന്റെ വാക്കിനാൽ അത്യധികം കോപിച്ച ആനക്കാരൻ്റെ പ്രേരണ നിമിത്തം ഏറ്റവും വേഗത്തോടുകൂടി ആനയാൽ തുമ്പിക്കൈ നീട്ടിപ്പിടിക്കപ്പെട്ട ഭഗവാൻ എളുപ്പത്തിൽ പിടിയിൽ നിന്നും വേർപെട്ട് ഉടനെ ഗോപസ്ത്രീകളുടെ കൊങ്കക്കുടങ്ങളോട് മുടിക്കെട്ടുകളോട് വളരെ കാലമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആ കുവലയാപീഠത്തിൻ്റെ മസ്തകത്തിൽ ആഞ്ഞടിച്ച് കാലുകൾക്കിടയിൽ ഒളിച്ചു. ഭഗവാൻ മഹർഷിമാർക്കെന്ന പോലെ അടുത്ത് കൈകൊണ്ട് തന്നെ തൊടുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും പിടികൊടുക്കാതെ ചുറ്റും ഓടിക്കളിച്ച് ആ കൊമ്പനാനയായ കുവലയാപീഠത്തെ പെട്ടെന്ന് നിലത്ത് വീഴ്ത്തിയിട്ട് വീണ്ടും കോപിച്ച് നേരെ വരുന്ന ആ കൊമ്പനാനയുടെ കൊമ്പ് ജീവനോടുകൂടി വേരോടെ പറിച്ചെടുത്തിട്ട്, അതായത് കൊന്നിട്ട്, അതിൻ്റെ കടക്കിലുള്ള വില പിടിച്ച വലിയ മുത്തുകളെ ഇവ കൊണ്ട് ഭംഗിയുള്ളൊരു മുത്തുമാലയുണ്ടാക്കി രാധയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് തൻ്റെ സുഹൃത്തായ ശ്രീദാമാവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇവിടെ ആനക്കൊമ്പുകളുടെ കടക്കിലുള്ള മുത്തുകൾ കൊണ്ട് മുത്തുമാലയുണ്ടാക്കി രാധയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവ ശ്രീദാമാവിൻ്റെ കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞത് കവിയുടെ മനോധർമ്മമാണ്. ഭാഗവതത്തിൽ രാധയെ തന്നെ ഇല്ലല്ലോ. രാധാവിരഹത്താൽ ഭഗവാന്റെ മനക്ലേശം പ്രകാശിപ്പിക്കാൻ ഭട്ടതിരിപ്പാട് മേൽപ്പത്തൂര് ഒരിക്കലും മറക്കാറില്ല. ശ്രീദാംന സഹ രാധികാവിരഹജം ഖേദം വദൻ കഴിഞ്ഞ ദശകത്തിൻ്റെ അവസാനത്തിലും പറഞ്ഞുവല്ലോ. മറ്റു പല ദിക്കിലും ഇത് ആവർത്തിക്കുന്നുമുണ്ട്. ലക്ഷണമൊത്ത ആനകളുടെ മസ്തകത്തിലും കൊമ്പുകളുടെ കടക്കലും മുത്തും ഉണ്ടാവുമെന്ന് കവികൾ വർണ്ണിക്കാറുണ്ട്. കുവലയാപീഠത്തിൻ്റെ കൊമ്പും തോളിലേന്തി മല്ലരംഗത്തേക്ക് വരുന്ന ഭഗവാനെ കണ്ട് ജനങ്ങൾ ഭഗവാനോട് ബന്ധപ്പെട്ട എല്ലാവരെയും പ്രശംസിക്കുന്നു. അതിങ്ങനെയാണ്: ഭഗവാനെ കുവലയാപീഠത്തെ വധിച്ചതിനു ശേഷം ആനക്കൊമ്പ് തോളിൽ വെച്ച് ബലഭദ്രനോടുകൂടി മല്ലരംഗത്തേക്ക് കടന്നു വരുന്ന ഭഗവാനെ കണ്ടിട്ട് ശോഭനമായ ശരീര സൗന്ദര്യത്താൽ കണ്ണും കരളും ബലമായി അപഹരിക്കപ്പെടുക നിമിത്തം അമ്പോ നന്ദഗോപൻ തന്നെ ഭാഗ്യവാൻ, അല്ല ഗോപസ്ത്രീകളാണ് ഭാഗ്യവതികൾ, യശോദയാണ് ഭാഗ്യവതി, അല്ലല്ല നമ്മൾ തന്നെയാണ് ഈ 3 ലോകത്തിലും വെച്ച് പുണ്യം ചെയ്തിട്ടുള്ള കണ്ണുള്ളവർ എന്നിങ്ങനെ എല്ലാ ജനങ്ങളും വാഴ്ത്തിപ്പറഞ്ഞു. ഇവിടെ ഭഗവാൻ കുവലയാപീഠത്തിൻ്റെ 2 കൊമ്പും പറിച്ചെടുത്ത് അതിലൊന്ന് ബലഭദ്രന് കൊടുത്തു. ആ കൊമ്പും തോളിൽ വെച്ചാണ് രണ്ടുപേരും മല്ലരംഗത്തേക്ക് വന്നത്. അത് കണ്ടപ്പോൾ മല്ലന്മാർ മുതൽ കംസനടക്കം ഓരോരുത്തർക്കും തോന്നിയത് എന്തെന്ന് ഭാഗവതത്തിൽ മല്ലാനാം അശനി എന്ന് തുടങ്ങുന്ന ശ്ലോകം കൊണ്ട് മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഭഗവാന്റെ മല്ലരംഗപ്രവേശം കണ്ടപ്പോൾ എന്തൊക്കെ പറഞ്ഞുവെന്ന് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വർണ്ണിച്ചിരിക്കുന്നു. നന്ദൻ്റെ പ്രായക്കാർ നന്ദനെ പ്രശംസിക്കുമ്പോൾ യശോദയുടെ പ്രായക്കാർ യശോദയെയും ഗോപസ്ത്രീകളുടെ പ്രായക്കാർ ഗോപസ്ത്രീകളെയും പ്രശംസിക്കുന്നുണ്ട്. ഭഗവാനെ കാണാനെങ്കിലും സാധിച്ചുവല്ലോ എന്ന് വിചാരിച്ച് ഇത് അവനവൻ്റെ ഭാഗ്യം തന്നെയാണ് എന്ന് എല്ലാവരും കരുതി. എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നതും ഒരിക്കലും നശിക്കാത്തതും പരമാനന്ദ സ്വരൂപവും ശുദ്ധവിജ്ഞാന സ്വരൂപവുമായ പരബ്രഹ്മം തന്നെയാകുന്ന ശ്രീകൃഷ്ണൻ ഭഗവാൻ ഗോപന്മാരുടെ ഇടയിൽ പ്രത്യക്ഷമായി ശോഭിച്ചു. പൊതുജനങ്ങൾ അക്കാലം വരെ മധുരയിൽ ചെല്ലുന്നത് വരെ ഭഗവാനെ പരബ്രഹ്മമെന്ന് മനസ്സിലാക്കിയിട്ടില്ല.
പിന്നെ അപ്പോൾ പുണ്യകാലം വന്നപ്പോൾ നടാടെ ഭഗവാനെ കണ്ടിട്ട് ജനങ്ങൾ പാപം തീർന്ന് ആനന്ദപൂർണന്മാരായിട്ട് ഓർമ്മ വന്ന് ഭഗവാന്റെ ബാലചരിതങ്ങൾ സരസമായി പുകഴ്ത്തിപ്പറഞ്ഞു. അതായത് ജനങ്ങൾക്ക് ഭഗവാന്റെ മഹിമ, ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ മനസ്സിലാവാൻ തുടങ്ങി.